ഞാൻ ഡോക്ടർ പ്രജ്വൽ കെ റാവ്, കൺസൾട്ടന്റ് എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ വർക്കിംഗ് അറ്റ് ശശിരേഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗൈനക്കോമാസ്റ്റിയ, അല്ലെങ്കിൽ ആൺകുട്ടികളിൽ കാണുന്ന വളരെ കോമൺ ആയിട്ട് കണ്ടീഷന് വലിയ സ്തനകളും. അപ്പോൾ യൂഷ്വലി ഈ ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞാൽ ആൺകുട്ടികൾ ഒരു 12-13 വയസ്സാകുമ്പോൾ ഒരു സാധാരണ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസം കൂടുതലായിട്ട് വരാറ് തുടങ്ങും. ഈ ഹോർമോൺ വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു വലിയ സ്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് വൺ ഓഫ് ദ കോമണസ്റ്റ് കോസ് ആണ് ഓഫ് ദ ഗൈനക്കോമാസ്റ്റിയ. സാധാരണയായിട്ട് നമുക്കൊരു ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് സാധാരണ ഹോർമോണിൻ്റെ ലെവൽസ് കുറവാകുമ്പോഴും ഇങ്ങനെ നമുക്ക് ഗൈനക്കോമാസ്റ്റിയ, അങ്ങനെ ഈ വലിയ സ്തനങ്ങളും ആൺകുട്ടികൾക്ക് കാണാറ് ചാൻസസ് ഉണ്ടാവും. അതർ ദാൻ ദാറ്റ് നമുക്ക് വളരെ ചെറിയ അതർ കോസസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് ഓൾസോ ക്യാൻ കോസസ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. അപ്പോൾ ആരാണ് ഈ സർജറി പോകണം പറഞ്ഞാൽ, സാധാരണ മെഡിക്കലി പറഞ്ഞാൽ നമുക്ക് സർജറി വേണമെന്ന് ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൺലി ഫോർ കോസ്മെറ്റിക് റീസൺ. ബട്ട് ഈ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് കുട്ടിക്ക് ഒരു ഗൈനക്കോമാസ്റ്റിയ ആയിട്ട് വന്നാൽ നമുക്ക് സാധാരണയായിട്ട് സർജറി ചെയ്യാൻ വേണ്ടാന്ന് തന്നെ പറയും. ബിക്കോസ് ആ ഏജിൽ നമുക്കൊരു ഹോർമോൺ വ്യത്യാസം കുറേ ഉണ്ടാവും. അപ്പോൾ ആ ടൈം നമുക്ക് സർജറി ചെയ്താൽ തിരിച്ച് ഈ ഗൈനക്കോമാസ്റ്റിയ വരാൻ ചാൻസസ് കൂടുതലാണ്. സോ ഇല്ലെങ്കിൽ ഈ 12-15 വയസ്സിൽ ഈ വലിയ സ്തനങ്ങൾ കണ്ടാലും അത് തന്നെ മാറിപ്പോവും. സോ ഈ സർജിക്കൽ ഓപ്ഷൻ വേണമെന്ന ഒരു നിർബന്ധം ഉണ്ടാവില്ല. സോ വാട്ട് വി സജസ്റ്റ് ഇസ് ഒരു 12 ഇല്ലെങ്കിൽ 15 വയസ്സിനുള്ളിലെ കുട്ടികൾക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് 17 അല്ലെങ്കിൽ 18 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു സർജിക്കൽ ഓപ്ഷൻസ് നമ്മൾ പറയാറുണ്ടാവും. ബട്ട് ആഫ്റ്റർ 17 or 18 ഇയേഴ്സ് പറഞ്ഞാൽ അപ് ടു ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും നമുക്ക് ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഉള്ളത് ഈ ഗൈനക്കോമാസ്റ്റിയ എന്നൊരു സംഭവം ബുദ്ധിമുട്ടാണോ, മെഡിക്കലി ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ സാധാരണ ഗൈനക്കോമാസ്റ്റിയ മെഡിക്കലി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നും അത് നിർബന്ധമില്ല. സാധാരണ ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞൊരു സംഭവം ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറി വരും. സോ യൂഷ്വലി ഒരു 15 വയസ്സ് ഒരു 35 വയസ്സ് ആൺകുട്ടികൾക്ക് ഒരു വലിയ സ്തനം കാണുമ്പോൾ ഒരു വളരെ കോൺഫിഡൻസ് ഇഷ്യൂസ് ആണ് കൂടുതലുള്ളത്. പറഞ്ഞാൽ പുറത്ത് നമ്മൾ കൂട്ടുകാരെ കൂടെ പുറത്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷർട്ട് ഊരിയിട്ട് ഒരു എന്താ പറയുക കോമൺ പ്ലേസിന് ഒരു ഷർട്ട് ഊരാനൊരു ആ ഒരു ഹെസിറ്റേഷൻസ് ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് വളരെ മോശമായിട്ടുണ്ടാവും. ഈ വൺ ഓഫ് ദ റീസൺ ആണ് ഈ കോസ്മെറ്റിക് കൺസേൺ ആണ് നമുക്കൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഗൈനക്കോമാസ്റ്റിയ വേണമെന്ന് പറയും. ഇല്ലെങ്കിൽ മെഡിക്കലി ഒരു ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ്മെന്റ് വേണോ വേണ്ടേ ചോദിച്ചാൽ സാധാരണയായിട്ട് ഗൈനക്കോമാസ്റ്റിയ ഒരു ബുദ്ധിമുട്ടല്ല. സാധാരണയായിട്ട് ട്രീറ്റ്മെന്റ് നമുക്ക് കോസ്മെറ്റിക് റീസൺസ് വേണ്ടി മാത്രം ട്രീറ്റ്മെന്റ് ആണ് ഈ നമുക്ക് ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ്മെന്റ് എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റൻസ് എന്താണ് പറഞ്ഞാൽ, ഈ ഗൈനക്കോമാസ്റ്റിയന് ട്രീറ്റ്മെന്റ് എന്താണ്, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ് ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കലി ട്രീറ്റ്മെന്റ് അങ്ങനെ സാധാരണയായിട്ട് ഉണ്ടാവില്ല. യൂഷ്വലി നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ പറ്റും. അപ്പോൾ സർജറി പറഞ്ഞാൽ വലിയ ഒരു ശസ്ത്രക്രിയ അല്ല, സാധാരണ ഒരു ചെറിയ കീ ഹോൾ അല്ലെങ്കിൽ കീ ഹോൾ സർജറി ആയിട്ട് നമുക്ക് ലൈപ്പോസക്ഷൻ എന്ന് പറയും. ഈ ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ ചെറിയൊരു ഹോൾ ആക്കിയിട്ട് ഈ നമുക്ക് കൊഴുപ്പെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ള ഒരു യന്ത്രമാണ്. സോ ത്രൂ ദിസ് വേ നമുക്ക് ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ മെയിൽ ചെസ്റ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഗൈനക്കോമാസ്റ്റിയ നമുക്ക് ഏതെല്ലാം സ്റ്റേജസ് ആണ് പറഞ്ഞാൽ, സാധാരണയായിട്ട് ഒരു നമുക്ക് 4 സ്റ്റേജ് ഉണ്ടാവും. വൺ ഈസ് ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, പിന്നെ ഗ്രേഡ് 3. ഇത് നമുക്ക് സൈസും പിന്നെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഗ്രേഡിംഗ് ആണ്. പിന്നെ ഒരു ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞാൽ സാധാരണ ഒരു മിക്സ്ചർ ഓഫ് 2 ഫാറ്റ് ആണ്. ഒരു സോഫ്റ്റർ ഫാറ്റ് എന്ന് പറയും, സാധാരണ ഒരു ഫാറ്റ് ഉള്ള സോഫ്റ്റർ ഫാറ്റ് ഉണ്ടാവും. പിന്നെ ഒരു കട്ടിയുള്ള ഫ്ലാറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്ന് പറയും, ഒരു കട്ടിയുള്ള ഫ്ലാറ്റും അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇത് 2 കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് വലിയ സ്തനമായിട്ട് നമുക്ക് ആൺകുട്ടികളിൽ കാണാറുണ്ടാവും. സോ ഇതിന് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താ പറഞ്ഞാൽ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ലൈപ്പോസക്ഷൻ എന്ന് പറയും. ഇതിൽ കുറേ ടെക്നോളജി ഉണ്ട്. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടേമാണ്, അതിന് കുറേ ടെക്നോളജീസ് ഉണ്ട്. ലൈപ്പോസക്ഷനിൽ പല വിധങ്ങളുണ്ട്. സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സക്ഷൻ ബേസ്ഡ് ലൈപ്പോസക്ഷൻ പറയും. ഈ സക്ഷൻ ബേസ്ഡ് ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ചെറിയൊരു മുറിയാക്കിയിട്ട് അവിടെ നമുക്ക് വലിയൊരു കാനുലാസ് എന്ന് പറയും, ഒരു ചെറിയൊരു കോല് പോലെയാണ്. ആ കാനുലാസ് ഉള്ളിൽ വെച്ചിട്ട് ഈ ഫാറ്റ് എല്ലാം നമുക്ക് വലിച്ചെടുക്കും. അപ്പോൾ സക്ഷൻ ബേസ്ഡ് ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഹോൾ ആക്കിയിട്ട് ഈ നമുക്ക് ലൈപ്പോസക്ഷൻ ക്യാനിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ നമുക്ക് ഫാറ്റ് എല്ലാം മൊത്തം സക്ഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ സിസ്റ്റം പറഞ്ഞത് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ എന്ന് പറയും. പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ സെയിം കാനുലസ് ആണ്, ബട്ട് ഇതിന്റെ ഒരു എൻഡ്സിന്, ഈ കാനുലസിന്റെ എൻഡ്സിൽ നമുക്ക് കുറേ വൈബ്രേറ്റ് ആവും. ഈ വൈബ്രേറ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് നമുക്ക് വലിച്ച് എടുക്കാൻ ഈസി ആവും. സോ പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ കുറച്ച് പവർഫുൾ ആണ് ആൻഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫാറ്റ് എടുക്കാൻ ഒരു മെത്തേഡാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്. പിന്നെ മൂന്നാമത്തെ ടെക്നോളജി ഉള്ളത് എന്താ പറഞ്ഞാൽ ലേസർ ലൈപ്പോസക്ഷൻ പറയും. ഇതിൽ സെയിം കീ ഹോൾ തന്നെയാണ്, ബട്ട് നമുക്കൊരു ലേസർ ഫൈബർ ഉണ്ടാവും. ആ ലേസർ ഫൈബർ വെച്ചിട്ട് നമുക്ക് ഈ ഫാറ്റ് എടുക്കാൻ ഒരു ഹെൽപ്പ് ആക്കും.
നാലാമത്തെ ടെക്നോളജി ഇറ്റ് ഇസ് അഡ്വാൻസ് ടെക്നോളജി ആണ്. ഇറ്റ്സ് കോൾഡ് വേസർ ലൈപ്പോസക്ഷൻ ഓർ ഓൾസോ കോൾഡ് എസ് അൾട്രാസോണിക് ലൈപ്പോസക്ഷൻ എന്ന് പറയും. ഈ അൾട്രാസോണിക് ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ കാൻലാസ് സെയിം താത്കോല ഹോൾ ആക്കിയിട്ട് ഈ കാൻലാസ് അതിനുള്ളിൽ അയക്കും. ആ കാൻലാസ് എൻഡ്സ് നമുക്ക് അൾട്രാസോണിക് വേവ്സ് അയക്കും. ഈ അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യും പറഞ്ഞാൽ സാധാരണ ഈ കാൻലാസ് എൻഡ്സിന് അൾട്രാസോണിക് വേവ്സ് അയക്കുമ്പോൾ ഈ ഫാറ്റ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. യൂഷ്വലി സാധാരണ ഒരു പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ ഈ വൈബ്രേഷൻ ആക്കിയിട്ട് മൊത്തം ഫാറ്റിന്റെ കൂടെ അതിന്റെ വേറെ സ്ട്രക്ചേഴ്സും എല്ലാം നമുക്ക് വലിച്ചെടുക്കും സക്ഷൻ അപ്പാരറ്റസിൽ. ബട്ട് ഈ വേസർ സിസ്റ്റം നമുക്ക് ചെയ്യുമ്പോൾ ഈ ഫാറ്റ് മാത്രം നമുക്ക് വലിച്ചെടുത്തിട്ട് അതിന്റെ ലിംഫാറ്റിക്സ് ഇല്ലെങ്കിൽ അതിന്റെ നരമ്പ് അല്ലെങ്കിൽ അതിന്റെ മസിൽ ഒന്നും ഡാമേജ് ആക്കാതെ ഫാറ്റ് മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു ലൈപ്പോ സെലക്ഷൻ എന്ന് പറയും. ഇങ്ങനെ നമുക്ക് വേസർ സിസ്റ്റമിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഗുണമുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വേസർ ലൈപ്പോസക്ഷൻ ചെയ്ത ശേഷം നമുക്ക് ഈ ഫാറ്റും ഈ ഇത് എടുത്ത ശേഷം നമുക്ക് ആ സ്കിന്നും പിന്നെ ആ മസിലിൽ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് സ്കിന്ന് പിന്നെ ഒരു ബൾജസ് പോലെ ഉണ്ടാവും. ആ ഈ വേസർ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ വേസർ അൾട്രാസോണിക് വേവ്സ് ഈ സ്കിന്നിന്റെ ഒരു ഡെർമിസ് ലെയർ ഒരു ഡീപ്പർ ലെയറിന് നമുക്കൊരു അൾട്രാസോണിക് വേവ്സ് അയക്കുമ്പോൾ സ്കിന്ന് തിരിച്ച് ഒരു ഷേപ്പിന് മാറിയിട്ട് വരാൻ വളരെ ഈസി ഉണ്ടാവും. സോ ദ ഷേപ്പനിങ് വളരെ നല്ലതുണ്ടാവും. സോ കമ്പയർ ടു അതർ സിസ്റ്റംസ് ഓഫ് ലൈപ്പോസക്ഷൻ വേസർ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ ഈ സ്കിന്ന് റിട്രാക്ഷൻ അല്ലെങ്കിൽ സ്കിന്ന് തിരിച്ച് പോകാൻ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് വരും, വളരെ നല്ല ഷേപ്പായിട്ട് മാറി വരും. സോ എമോങ് ഓൾ ദ ടെക്നോളജീസ് എല്ലാ ടെക്നോളജീസും നല്ല തന്നെയാണ്. എല്ലാ ടെക്നോളജി കീ ഹോൾ സർജറി തന്നെയാണ്. എല്ലാ ടെക്നോളജി വളരെ സിമ്പിൾ ആണ്. ബട്ട് ഒരു ഫിനിഷിംഗ് കൂടുതലൊക്കെ ആണെന്ന് പറഞ്ഞാൽ വേസർ ലൈപ്പോസക്ഷൻ ബെറ്റർ ആണെന്ന് പറയും. ബാക്കിയുള്ള സിസ്റ്റംസ് ഓൾസോ ഇറ്റ് വിൽ റിമൂവ് ദ ഫാറ്റ് ബട്ട് ഇറ്റ് വിൽ ഗിവ് ദ ഗുഡ് റിസൾട്ട്സ് ബട്ട് നോട്ട് ദ ഫിനിഷിംഗ് റിസൾട്ട്സ് ലൈക്ക് ദ വേസർ ലൈപ്പോസക്ഷൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് സർജറി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് പറയാൻ, ഒരു അഡ്മിഷൻ വേണോ വേണ്ടേ, അങ്ങനത്തെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാവും. സാധാരണ നമുക്കൊരു ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചെസ്റ്റ് ഫാറ്റ് എടുക്കാൻ ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് യൂഷ്വലി രാവിലെ വന്നിട്ട് രാത്രി തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഇറ്റ്സ് എ ഡേ കെയർ സർജറി ആണ്. സാധാരണ നമുക്ക് അഡ്മിഷൻ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. സോ അതിന് പേഷ്യന്റ് രാവിലെ വന്നിട്ട് ഒരു 9 മണിക്ക് വന്നാൽ ഒരു 11 മണിക്ക് സർജറി ചെയ്താൽ വൈകുന്നേരം ഒരു 5 മണിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ഇതിനൊരു നമുക്ക് സാധാരണ ഒരു പേഷ്യന്റ് ഒരു കൺസൾട്ടേഷൻ വരുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ്, ഒരു ചെസ്റ്റ് എക്സ്റേ, ഒരു ECG എന്ന് പറയും. ഇത് നമുക്ക് മുമ്പേ ഒരു ടെസ്റ്റ് അയച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ട് എല്ലാം ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ് തരും, സർജറിന്റെ ഡേറ്റ് തരും. ആ സർജറി ഡേറ്റ് നമുക്ക് അന്ന് രാവിലെ വന്നാൽ അന്ന് നമുക്ക് സർജറി ചെയ്തിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള നെക്സ്റ്റ് നമുക്ക് ഉള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ സർജറി എങ്ങനെയാണ് നമുക്കിത്, എങ്ങനെ റെസ്റ്റ് വേണം, എങ്ങനെ ട്രീറ്റ്മെന്റ്, എങ്ങനെ റെസ്റ്റ് എങ്ങനെയല്ല വേണമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സർജറി ഇന്ന് നമ്മൾ ചെയ്താൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ റെഗുലർ ആക്ടിവിറ്റീസ്, നിങ്ങൾ സ്വന്തം ജോലി ചെയ്യുന്ന റെഗുലർ ആക്ടിവിറ്റീസ് എല്ലാം നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് തുടക്കാൻ പറ്റും. ബട്ട് ഒരു സ്ട്രെനസ് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഒരു ജിമ്മിങ് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ഒരു വളരെ വെയിറ്റ് എടുക്കുന്ന ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ വൈബ്രേഷൻ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ കുറേ റൈഡിങ്, ലോങ് റൈഡ്സ്, ഇങ്ങനത്തെ കാര്യമെല്ലാം നമുക്ക് ഒരു മാസം നമുക്ക് ഒഴിവാക്കാൻ പറയും. ആൻഡ് ബട്ട് റെഗുലർ ആക്ടിവിറ്റീസ് എല്ലാം നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് തുടങ്ങാൻ പറയും. പിന്നെ നെക്സ്റ്റ് നമുക്കുള്ളത് ആഫ്റ്റർ ദ സർജറി ഒരു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്കൊരു ജാക്കറ്റ് തരും, ഒരു ചെസ്റ്റ് ജാക്കറ്റ് തരും. ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞ ശേഷം കുറച്ച് വീക്കം ഇല്ലെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്കൊരു ജാക്കറ്റ് തരും. ഈ ജാക്കറ്റ് 24 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറയും. ഫസ്റ്റ് ഡേ തൊട്ട് 30ാം ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ജാക്കറ്റ് ഇടും. സോ ദാറ്റ് എഡിമ കുറച്ച് കുറവാക്കാനും പിന്നെ ഒരു ഷേപ്പ് നല്ല കിട്ടാനും ഈ നമുക്ക് ജാക്കറ്റ് ഉണ്ടാവും. ഈ ജാക്കറ്റ് ഷർട്ടിനുള്ളിൽ തന്നെ ഉണ്ടാവും, അത് വളരെ പുറത്തായിട്ടൊന്നും കവറിങ് ഒരു കാണാനുണ്ടാവില്ല. നെക്സ്റ്റ് നമുക്കുള്ളത് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കൂടുതൽ ലോങ് റൈഡ്സ് അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ സാധാ ഫുഡ്, ഡയറ്റ് അങ്ങനത്തെ കാര്യത്തിൽ ഒരു എന്താ പറയുക ഫാറ്റി ഫുഡ്സ് അല്ലെങ്കിൽ എരിവുള്ള ഫുഡ്സിനെല്ലാം കുറച്ച് ഒഴിവാക്കാൻ പറയും. ഈ ഒരു മാസം നമുക്കൊരു ഫാറ്റി ഫുഡ്സ് അല്ലെങ്കിൽ ഓയിലി ഫുഡ്സ് എല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് സാധാ ഫുഡ്സ് എല്ലാ റെഗുലർ നോൺ വെജ് ആൻഡ് വെജ് രണ്ടും നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോൺ വെജ്, വെജ് ആൻഡ് ഇതെല്ലാം ആക്ടിവിറ്റി എല്ലാ ഫുഡ്സ് നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആൾക്കാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ ഉള്ളത് ഇതിന്റെ സർജറിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി പറഞ്ഞാൽ വളരെ റിലേറ്റീവ്ലി ഒരു കോംപ്ലിക്കേഷൻസ് ഫ്രീ സർജറി പറയും. വളരെ സിമ്പിൾ സർജറിയാണ്, കോംപ്ലിക്കേഷൻസ് കുറവുള്ള സർജറിയാണ്. ആൻഡ് അതിനുവേണ്ടിയാണ് നമ്മൾ അന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ആക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സാധാരണ ഒരു കോംപ്ലിക്കേഷൻ വി ക്യാൻ നെയിം 3 to 4 കോംപ്ലിക്കേഷൻസ്. ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ബ്ലീഡിംഗ് എന്ന് പറയും. ആ ബ്ലീഡിംഗ് നിർത്താൻ നമുക്ക് ജാക്കറ്റ് തന്നെ തരും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജാക്കറ്റ് വെച്ചാൽ ഈ ബ്ലീഡിംഗിന് പ്രശ്നം അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ ഉള്ളത് നമുക്കൊരു സീറോമ പറയും. ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്ത ശേഷം ഈ ബോഡീൻ്റെ ഫ്ലൂയിഡ് ചിലപ്പോൾ കളക്ഷൻ ആവാൻ ചാൻസസ് ഉണ്ടാവും.
ബട്ട് അങ്ങനെ കാൻസേഴ്സ് അങ്ങനെ കളക്ഷൻ ആയാലും നമുക്ക് ചെറിയ സൂചി വെച്ചിട്ട് ആ വെള്ളം പുറത്തെടുക്കാൻ ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ കോംപ്ലിക്കേഷൻസ് അല്ല, സാധാരണ നമുക്കൊരു സർജറി ചെയ്ത ശേഷം കുറച്ചൊരു മറിപ്പ് ഉണ്ടാവും. ഈ നിപ്പിൾ ഏരിയോല കോംപ്ലക്സിൽ ചെറിയൊരു മറിപ്പ് ഉണ്ടാവും. ആ മറിപ്പ് ഒരു 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറി വരും. പിന്നെ നാലാമത്തെ ബുദ്ധിമുട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കളർ ചേഞ്ച്. ഈ സർജറി ചെയ്ത ശേഷം ഒരു സ്കിന്നിൽ ഒരു കറുത്ത കളർ അല്ലെങ്കിൽ മറൂണിഷ് കളർ ഒരു കളർ ചേഞ്ച് വരാൻ ചാൻസസ് ഉണ്ടാവും. ബട്ട് ഈ എല്ലാ കളർ ചേഞ്ച് വിതിൻ 2 to 3 വീക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. സോ ഇതൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു സർജറി ചെയ്ത ശേഷം ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ടാവും. നമ്മൾ മുമ്പേ തന്നെ പേഷ്യന്റിന് പറഞ്ഞു വിടും. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട്സ് ആൾക്കാർക്കുള്ളത് പറഞ്ഞാൽ ഈ സർജറി പാടുകളായിട്ട് കാണുമോ, പുറത്ത് ആഫ്റ്റർ ദ സർജറി പാടുകൾ കാണുമോ ഇല്ല പറഞ്ഞാൽ സാധാരണയായിട്ട് നമുക്ക് ഈ സർജറി ചെയ്യുമ്പോൾ ചെറിയ ഹോൾ ഒരു റൈറ്റ് സൈഡ് ഒരു ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഹോൾ ചെയ്യും. അത് നമുക്ക് ക്യാനില വിടും. പിന്നെ ഈ ഫാറ്റ് എല്ലാം മൊത്തം എടുക്കും. ഈ സോഫ്റ്റ്വെയർ ഫാറ്റ് പറഞ്ഞാൽ ഈ സാധാ ഫാറ്റ് നമുക്ക് അതിലെടുക്കും. പിന്നെ രണ്ടാമത്തെ നമുക്ക് കട്ടിയുള്ള ഫ്ലാറ്റ് ഉണ്ടാവും. ജസ്റ്റ് കോൾഡ് ഗ്ലാൻഡുലാർ ഫ്ലാറ്റ് പറയും. ഈ നമ്മ നിപ്പിൾ ഏരിയല്ല ഈ കറുത്ത സ്കിന്നിൽ അതിന് അടിഭാഗത്തിൽ ഈ കട്ടിയുള്ള ഗ്ലാൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ കട്ടിയുള്ള ഫാറ്റ് ഉണ്ടാവും. അത് എടുക്കാൻ ഈ സക്ഷൻ മെഷീനിൽ ഇത് പുറത്തു വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഈ ഏരിയല്ല കറുത്ത സ്കിന്നിൽ ചെറിയൊരു ഹോൾ ആക്കിയിട്ട് ആ കട്ടിയുള്ള ഗ്ലാൻഡ് നമുക്ക് എടുക്കും. പിന്നെ അവിടെ ചെറിയൊരു ഉള്ളിൽ തന്നെ ആവിയാവുന്ന സ്റ്റിച്ചസ് നമുക്ക് അവിടെ ഇടാറുണ്ടാവും. സോ ഈ സ്റ്റിച്ചസ് ഒരു ഹിഡൻ ആവും. ബിക്കോസ് ഈ കറുത്ത സ്കിന്നിൽ തന്നെ ഉള്ളിൽ വരുമ്പോൾ ഇത് സ്കാർ തിരിച്ച് പുറത്തായിട്ട് കാണില്ല. സോ പാടുകൾ പുറത്ത് കാണില്ല. സോ ഇനീഷ്യലി ഒരു മാസം കഴിഞ്ഞ ശേഷം ഒരു പാടുകളൊന്നും പുറത്ത് കാണാതെ പോലെ ഇത് സർജറിയാണ്. സോ ഇറ്റ്സ് എ കീ ഹോൾ സർജറി. പാടുകൾ പുറത്തൊന്നും കാണാതെ പോലെ ചെയ്യാനുള്ള ഒരു സർജറിയാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ റിക്കവറി അല്ലെങ്കിൽ റിസൾട്ട്സ്. എപ്പോഴാണ് നമുക്ക് റിസൾട്ട്സ് എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് റിസൾട്ട്സ് പറഞ്ഞാൽ അന്ന് തന്നെ സർജറി ചെയ്ത ശേഷം തന്നെ നല്ല റിസൾട്ട്സ് വളരെ നല്ല റിസൾട്ട്സ് ഉണ്ടാവും. വളരെ ഫുൾ ഫ്ലാറ്റ് ചെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ടാവും. ബട്ട് ആഫ്റ്റർ ദ സർജറി ചിലപ്പോൾ നമ്മളെ ബോഡീന്റെ ഒരു ക്രൈറ്റീരിയ ആണ് എന്ന് പറഞ്ഞാൽ ബോഡീന്റെ ഒരു വെള്ളം ഒരു സ്കിന്നിന്റെ വെള്ളം അങ്ങനെ വരാറ് ചാൻസസ് ഉണ്ടാവും. ഈ സ്കിന്നിന്റെ വെള്ളം ഒരു 3 ദിവസം വരെ 7 ദിവസം വരെ ചിലപ്പോൾ വന്നാണ്ടാവും. സോ ഫോർ ദിസ് റീസൺ നമുക്കൊരു ജാക്കറ്റ് തരാറുണ്ടാവും. സോ ഫൈനൽ റിസൾട്ട്സ് നമ്പർ 80% ഓഫ് ഈ റിസൾട്ട്സ് വിൽ ബി സീൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഒരു മാസം എൻഡിൽ തന്നെ 80% ഓഫ് ഈ റിസൾട്ട്സ് വിൽ ബി ദയർ. ആൻഡ് ഒരു 3 മാസം ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട്സ് എന്ന് പറയും. ഒരു മിക്കവാറും ഒരു കംപ്ലീറ്റ് ഷേപ്പ് എന്ന് പറയുമ്പോൾ 3 മാസം എന്ന് പറയും. പിന്നെ പുറത്തിന്റെ പാടുകൾ ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 6 മാസം ആകുമ്പോൾ കംപ്ലീറ്റ് റിസൾട്ട്സ് വരും. ബിക്കോസ് സാധാരണ ഒരു പാടുകൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ 6 മാസം വരെ പിടിക്കും. ബട്ട് majority of the results, 80% of the results will be at the end of the 1 month. അത് കഴിഞ്ഞ ശേഷം ഒരു ഫിനിഷിംഗ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം വരെയോ 6 മാസം ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ നമുക്ക് ആൾക്കാർക്ക് ഒരു ക്വസ്റ്റൻ ഉള്ളത് എന്താ പറഞ്ഞാൽ ഇതിന്റെ ലൈപ്പോസക്ഷൻ ചെയ്ത ശേഷം എന്തായാലും ഒരു എന്താ പറയുക കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ബുദ്ധിമുട്ടാവാനുണ്ടോ ലൈഫിന് ബുദ്ധിമുട്ടുണ്ടാവോ അങ്ങനെ എന്ന് പറഞ്ഞാൽ സാധാരണ ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ സർജറിയാണ്. ഒരു നമുക്ക് ലിമിറ്റിൽ ചെയ്താൽ ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും കോംപ്ലിക്കേഷൻസ് സാധാരണ കാണാനുണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ ഉള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ലോക്കൽ അനസ്തേഷ്യ ആണോ ഇല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പ് ഓഫ് നമുക്ക് മരപ്പിക്കാൻ ചെയ്യാൻ പറ്റുമോ പറഞ്ഞാൽ സാധാരണ നമുക്കൊരു ഗ്രേഡിംഗ് ഓഫ് ഗൈനക്കോമാസ്റ്റിയ അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യും. സാധാരണ ഒരു ഗ്രേഡ് 1 ഗൈനക്കോമാസ്റ്റിയ ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലോക്കൽ അനസ്തേഷ്യ പറഞ്ഞാൽ അവിടെ മാത്രം മരപ്പിച്ച് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഗ്രേഡ് 2A അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിന് ഒരു ഗൈനക്കോമാസ്റ്റിയ ഉണ്ടെങ്കിൽ നമുക്ക് സെഡേഷൻ അനസ്തേഷ്യ വരും അല്ലെങ്കിൽ IV അനസ്തേഷ്യ വരും. ചെറിയൊരു നമുക്ക് ഈ സൂചി കുത്തിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് വായു കൊടുത്തിട്ട് നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മരപ്പിച്ച് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് ഗ്രേഡ് 2B അല്ലെങ്കിൽ ഗ്രേഡ് 3 കുറച്ച് ഹയർ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ഫുൾ GI അനസ്തേഷ്യ പറഞ്ഞാൽ ജനറൽ അനസ്തേഷ്യ ഫുൾ ട്യൂബ് ഇട്ട് തന്നെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആയാലും അന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ആക്കാൻ പറ്റും. അതിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ നിങ്ങൾ ഒരു എത്ര ടൈം നമുക്ക് സർജറി ടൈം എത്ര വേണം അത് അനുസരിച്ചിട്ടാണ് ഈ അനസ്തേഷ്യന്റെ കാര്യം നമുക്ക് ഡിസൈഡ് ആക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി ഡിസൈഡ് ബൈ ദ അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ ഇറ്റ് സെൽഫ്. പിന്നെയുള്ളത് ഈ ലൈപ്പോസക്ഷൻ ഈ താത്കാലിക സർജറി എവിടേക്കെല്ലാം ചെയ്യാൻ പറ്റും, ജസ്റ്റ് ചെസ്റ്റ് ഫാറ്റ് മാത്രമാണോ ഇല്ലെങ്കിൽ വേറെ സ്ഥലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി നമുക്ക് കോമണസ്റ്റ് റീജൻ നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു നെക്ക് റീജൻ ഇവിടുത്തെ ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേസർ ലൈപ്പോസക്ഷൻ വളരെ ഈ സ്മൂത്ത് ആയിട്ട് ഒരു ചെസ്റ്റ് നെക്ക് കോൺട്രിങ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കോമണസ്റ്റ് പൊസിഷൻ ഇസ് ആംസ്. ഈ ഭാഗത്തിൽ ഫാറ്റ് കൂടുതലുണ്ടെങ്കിലും അവിടെ റീജനിൽ നമുക്ക് ഈ ലൈപ്പോസക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തുള്ള ചെസ്റ്റ് ഫാറ്റ് തന്നെയാണ്. നാലാമത്തെ നമുക്ക് അബ്ഡോമൻ ഫാറ്റ് അല്ലെങ്കിൽ വയറിന്റെ ഫാറ്റും വയറിന്റെ സൈഡ്സിന്റെ ഫാറ്റ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ റീസൺ നമുക്കുള്ളത് തൈസ് പറഞ്ഞാൽ കാലിന്റെ സൈഡ്സും അങ്ങനത്തെ ഫാറ്റ് ഉണ്ടെങ്കിലും എവിടെയെല്ലാം പുറത്ത് ഫാറ്റ് ഉള്ളതെല്ലാം നമുക്ക് ലൈപ്പോസക്ഷൻ വഴിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി ലൈപ്പോസക്ഷൻ ഈസ് വളരെ സിമ്പിൾ ആൻഡ് കീ ഹോൾ സർജറി ആണ് ആൻഡ് റിലേറ്റീവ്ലി സേഫർ സർജറി ആണ്. സോ
ഐ ഹോപ്പ് നിങ്ങളെ ക്വയറീസ് എല്ലാം ഞാൻ കുറച്ച് ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ഗൈനക്കോമാസ്റ്റിയ ഇസ് വൺ ഓഫ് ദ കോമണസ്റ്റ് സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കോമണസ്റ്റ് സർജറിയാണ്, ഒരു കോമണസ്റ്റ് ബുദ്ധിമുട്ടുമാണ് ആൺകുട്ടികൾക്ക്. സോ ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിലുണ്ടെങ്കിൽ യു ക്യാൻ കോൾ us in the description below and you can get your doubts clarified. Thank you so much.